മുംബൈയുടെ തിരക്കുന്നൊക്കെ മാറിയിട്ടേ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായിട്ടുള്ള മാത്തേരൻ ഹിൽ സ്റ്റേഷൻ കാണാനാണ് ഇറങ്ങിയിട്ടുള്ളത്. മുംബൈ CST വന്നിട്ടേ അവിടുന്ന് ലോക്കൽ ട്രെയിൻ എടുത്താൽ നേരാലി വരെ എത്താം. അവിടുന്ന് ടാക്സിയിൽ നമുക്ക് മാത്തേരാനിൽ എത്താൻ പറ്റും. പെർ ഹെഡ് 100 രൂപയൊക്കെ ആവുള്ളൂ. പ്രൈവറ്റ് വാഹനങ്ങൾക്കും ഇവിടെ എത്താം. നല്ല കയറ്റവും നല്ല ചുരങ്ങളൊക്കെ ഉള്ള അതിമനോഹരമായ റൂട്ടാണ്. മാത്തേരാനിൽ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നാരോ ഗേജ് ട്രെയിനും കുതിരസവാരിയും പിന്നെ കുറച്ച് EV റിക്ഷകളും ഉണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിൽ നമുക്ക് നടന്നും മാത്തേരാൻ്റെ ബസാറിലേക്ക് എത്താൻ പറ്റും. നല്ല മഴയോടെയാണ് മാത്തേരാൻ ഞങ്ങളെ വരവേറ്റത്. ആ നാരോ ഗേജ് ട്രെയിൻ ഇങ്ങനെ കുളിച്ച് കിടക്കുന്ന കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മാത്തേരാൻ സിറ്റിയിലേക്ക് വരുന്നത്. 3 ദിവസം എടുത്തിട്ടാണ് ഞങ്ങൾ എല്ലാ വ്യൂ പോയിന്റും കവർ ചെയ്തത്. ഓരോ വ്യൂ പോയിന്റിലേക്കും നമ്മൾ തന്നെ വഴി കണ്ടെത്തി കാട്ടിനുള്ളിലൂടെ ഡയറക്ഷൻ ബോർഡുകളും കല്ലിലും മറ്റൊക്കെ വരച്ചിട്ട് ചെറിയ ചെറിയ ഡയറക്ഷൻ അടയാളങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വഴി കണ്ടെത്തുന്നത്. നട്ടുച്ചക്ക് പോലും വെളിച്ചം വീഴാത്ത കോട കൊണ്ട് പുതഞ്ഞ കാടുകൾ, കാട്ടുവഴികൾ, വെള്ളച്ചാട്ടങ്ങൾ, ഇതിനൊക്കെ കീറി മുറിച്ചിട്ട് ഓടുന്ന നാരോ ഗേജ് ട്രെയിൻ, കാറ്റ്, മഴ, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു അടിപൊളി മൺസൂൺ സ്പോട്ട് തന്നെയാണെന്ന് ഉറപ്പിച്ച് വരാം. തിരിച്ചു കയറുന്ന അന്ന് ആകെ നടന്ന ദൂരം വാച്ചിൽ നോക്കുമ്പോഴാണ് ഞെട്ടിയത്. 46 കിലോമീറ്റർ. പക്ഷെ അതിൻ്റെതായ ഒരു ക്ഷീണം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ. കാരണം മഴയാണ്, തണലാണ്, തണുപ്പാണ്. ഒരു 4000 രൂപയും 4 ദിവസവും മാറ്റി വെക്കാനുണ്ടെങ്കിൽ നേരെ കയറുക മാത്തേരാൻ. ഒന്നും നോക്കണ്ട. അപ്പം എങ്ങനെയാ കയറല്ലേ ഈ മൺസൂൺ തന്നെ.